ഹലോ, നമ്മളെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അന്നേരം ഇന്നിപ്പോൾ ഇതാ രാവിലെ തന്നെ ചക്കുവിനെ വിളിച്ചെണീപ്പിച്ചിട്ട് ഇന്നലത്തെ ഹോംവർക്ക് കുറച്ച് ബാലൻസ് ചെയ്യാണ്ടിരുന്നിട്ടോ. അന്നേരം അവിടെ ചിത്രം വരയും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഗ്രാമവും സിറ്റി എല്ലാം കൂടി വരുന്നൊരു ചിത്രം വരയ്ക്കണം. അതിനകത്ത് കുറേ സംഭവങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വീഡിയോ അല്ല ചിത്രം ഉണ്ടാക്കാം കേട്ടോ. വരച്ചൊക്കെ അവൾ രാത്രി വെച്ച് രാവിലെയാണ് കളറൊക്കെ കൊടുത്തത്. പിന്നെ രാവിലത്തെ ചായക്കടി പരിപാടികളാണ്. പൊന്നൂന് ചോറ് കൊണ്ടുപോകണം. അന്നേരം മഴയൊക്കെ ലേശം കുറവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ കാര്യമായിട്ട് ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ഒരു മഴ പെയ്തു. പിന്നെ അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ഇന്നലെ ഉച്ചയോട് കൂടിയ മഴ കുറച്ചൊന്ന് സ്റ്റോപ്പായി. പിന്നെ രാവിലെ ഇതാ ദോശയാണ്, കടലക്കറി ഉണ്ട്, കുഞ്ഞാച്ചൂന് കുഞ്ഞു ദോശ ചുട്ടിട്ടുണ്ട്, ഉഴുന്നിൻ്റെ ദോശയാണ്, ഉഴുന്നരച്ച ദോശയാണ് കേട്ടോ. പിന്നെ പൊന്നൂസിന് ചോറിന് കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിൻ്റെ അകത്ത് മുട്ട ഒഴിച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നും ഇപ്പോൾ ഉപ്പേരി വെച്ചിട്ട് ഇതാകല് നടക്കില്ല. ചില ദിവസങ്ങളിലൊക്കെ ഉപ്പേരി എന്നും ഒക്കെ ഇപ്പോൾ ഉപ്പേരി എന്ന് പറഞ്ഞാൽ പയർ, ബീറ്റ്റൂട്ട് ഇതൊക്കെ തന്നെ എന്നും കൊണ്ടുപോകുമ്പോൾ ഒരു മടിപ്പാണ്. അല്ല, മുട്ട ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ചോറ് തിന്നാൻ. അത് നമുക്ക് മുട്ടേൻ്റെ ഒരു എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് ആകുകയും ചെയ്യും എന്നുള്ളൊരു കണ്ടീഷനാണ് കേട്ടോ. അന്നേരം അതിനെന്താ ഉള്ളി വാട്ടാൻ വെച്ചപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ വാട്ടി അതിൻ്റെ അകത്ത് ഉള്ളി വാടി വന്നപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരുമുളകിൻ്റെ പൊടി ലേശം ഇട്ടു, ഗരം മസാല ലേശം ഇട്ടു, പിന്നെ ലേശം മുളക് പൊടിയും കൂടെ ഇട്ടു കേട്ടോ. അന്നേരം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് റോസ്റ്റ് ചെയ്തല്ല വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു മുട്ട ഇടുന്നുള്ളൂ കേട്ടോ. കൂടുതൽ മുട്ടയൊന്നും ഇടുന്നില്ല. ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് അങ്ങ് പൊട്ടിച്ച് ഒഴിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടിയിട്ട് മുട്ട ഉടയാതെ തന്നെ അങ്ങ് മൂടി വയ്ക്കും. പിന്നെ ഒന്ന് വെന്ത് വന്നിട്ടാണ് കേട്ടോ മുട്ട ഒന്ന് ഉടച്ചു കൊടുക്കുള്ളൂ. അതിപ്പോൾ പൊന്നൂന് കൊണ്ടുപോകാൻ ഉണ്ടാക്കുന്നതെന്നാൽ ചക്കൂനും കൊണ്ടുവരണം കേട്ടോ. അവൾ പിന്നെ സ്കൂളിൽ നിന്ന് കറി മേടിക്കില്ല. പൊന്നൂന് കൊണ്ടുപോകാൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് പോകും കേട്ടോ. അതാണ് ഇപ്പോൾ അവളെ പരിപാടി. സ്കൂളിൽ നിന്ന് കറി മേടിക്കൽ കുറവാണ് കേട്ടോ. അത് ചോറും കൊണ്ടോട്ടേ ചോദിക്കും. ഞാൻ പറയും എന്തിനീ തണുത്ത ചോറ് കൊണ്ടുപോകണേ, സ്കൂളിൽ നിന്ന് അങ്ങ് തിന്നാൽ പോരെ, സ്കൂളിലാകുമ്പോൾ ചൂട് ചോറ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് കേട്ടോ സ്കൂളിലത്തെ ചോറ് തീറ്റിക്കുന്നത്. തണുത്ത ചോറ് ചിലപ്പോൾ മഴയൊക്കെ കൊണ്ടിരിക്കുമ്പോൾ തണുത്ത ചോറല്ലേ. ആ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പതുക്കെ ഒന്ന് വാടി വരുമ്പോൾ പതുക്കെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചോറിൻ്റെ കൂടെ തിന്നാൻ. അവർക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ പൊന്നൂന് അധികം ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടാക്കൽ. അവർക്ക് ഇങ്ങനെ അധികം ഇഷ്ടം കഴിക്കാൻ. 2 പേർക്കും കഴിച്ചോളും. അന്നേരം തക്കാളി ഉള്ളിയും സെപ്പറേറ്റ് വാട്ടി കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ആക്കുമ്പോൾ ഒറ്റയടിക്ക് പരിപാടിയും കഴിഞ്ഞ് നമുക്ക് എളുപ്പമാണ് രാവിലെ. അന്നേരം ഇതിങ്ങനെ എല്ലാവരും ചെയ്യലുണ്ടോയെന്ന് എനിക്കറിയില്ല. രാവിലെ നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ തക്കാളി വാട്ടിയത് എപ്പോഴും കൂടുതൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് വാട്ടി കൊടുക്കും കുട്ടിയൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് കൂട്ടാനും ഇഷ്ടമുണ്ടാവും, നല്ല തിന്നുകയും ചെയ്തോളും. പിന്നെ ഇതാ ഞങ്ങൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് അംഗൻവാടി പോകാൻ കേട്ടോ. ഞാനും കുഞ്ഞാപ്പും കൂടെ അംഗൻവാടിയിലേക്ക് പോവുകയാണ്. പൊന്നൂസിൻ്റെ ഫുഡ് മേടിക്കാൻ പോവുകയാണ് കേട്ടോ. പൊന്നൂസിന് ആദ്യമായിട്ടാണ് കേട്ടോ ഫുഡ് കിട്ടുന്ന അംഗൻവാടിയിൽ നിന്ന്. പൊന്നൂസ് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവളാണ് ചോദിക്കുന്നത് എന്തൊക്കെ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ കണ്ടോ അവിടെ ചപ്പുകാരുണ്ട് കേട്ടോ. ചപ്പ് പറിക്കുന്നത് നല്ല രസമല്ലേ കാണാൻ. നമ്മളെ വീട്ടിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗമാണ് കേട്ടോ അത്. അത് പിന്നെ ഞങ്ങളിത് ആ ഫുഡൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അമൃതം പൊടിയും പോട്ടെ, എന്താണ് മുത്താരിപ്പൊടിയാണ് കേട്ടോ കിട്ടിയത്. 4 പാക്കറ്റ് മുത്താരിപ്പൊടി മീൻസ് റാഗി പൗഡർ കേട്ടോ. അന്നേരം അത് ഒരു 3 ആണി ബെല്ലം ഉണ്ടാവും കേട്ടോ. അത്രയേ ഉള്ളൂ. അന്നേരം റാഗിപ്പൊടി നല്ലതല്ലേ ഈ തണുപ്പൊക്കെ സമയത്തൊക്കെ നല്ലതല്ലേ റാഗി കഴിക്കുക. കുഞ്ഞാപ്പൂന് ഇപ്പോൾ ഇടക്കിടക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അവൾക്ക് ആദ്യമൊക്കെ കുടിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് കൊടുത്തപ്പോൾ അവൾക്ക് മടുപ്പ് പിടിച്ച്. എന്നാലും ഞാൻ നിർബന്ധിച്ചിട്ട് ലേശം കഴിപ്പിക്കും. കാരണം ആൾ വളരെ വെയിറ്റ് കുറവാണ് കേട്ടോ. ഇന്നിപ്പോൾ അംഗൻവാടിയിൽ പോയിട്ടും തൂക്കം നോക്കുമ്പോൾ വളരെ കുറവാണ്. അവളെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു വെയിറ്റും അവൾക്കില്ല. ഇനി എങ്ങനെ വെയിറ്റ് വെപ്പിക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട പോലെ റെഡ് റൈസിൻ്റെ ഇപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. 1 ആഴ്ചയായിട്ടുള്ളൂ കേട്ടോ കൊടുക്കാൻ തുടങ്ങിയിട്ട്. മാറ്റം വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് പല വിധത്തിലാക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം മധുരമൊക്കെ ആക്കി മുത്താരീൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരം ഇവർക്കും ലേശം കൊടുക്കും, അവർക്ക് ലേശം കൊടുക്കുമ്പോൾ അവരെ കൂടെ ആകുമ്പോൾ ലേശം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മടിയുണ്ട് കുടിക്കാൻ. ആദ്യം മധുരമാണെങ്കിൽ കുറച്ച് കുടിക്കായിരുന്നു. ഇപ്പോൾ അതും മടുത്തു അവൾക്ക് അങ്ങനെയാണൊരു പ്രശ്നം. അന്നേരം പിന്നെ ഇത് ഉപ്പേരിയൊന്നും വെക്കാണ്ടാണ് കേട്ടോ പോയത്. പിന്നെ ഇതാ പച്ചക്കായും പച്ചപ്പയറും കൂടെ തോരൻ വെക്കാം കേട്ടോ. മെഴുക്കുവരട്ടി പോലെയാണ് വെക്കുന്നത്. തേങ്ങയോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. പച്ചമുളകും ഉള്ളിയും മുറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്ന. ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്, വേവിച്ചെടുക്കുക. പിന്നെ ഇത് വെന്ത് വന്ന് ഉപ്പേരി ആയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞാച്ചൂന് ചോറ് കൊടുക്കണം. അന്നേരം ഉച്ച ഇപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആകാനായിട്ടുണ്ട്, 12:30 ആയിട്ടുണ്ട് കേട്ടോ.
അത് പിന്നെ ഞാൻ വന്ന് ഉപ്പേരിയൊക്കെ വെച്ചു, അടിച്ചു വാരി തുടച്ചു. കുഞ്ഞാശുവിന് വന്ന പാടന്നെ ലേശം കുറുക്കുണ്ടാക്കി കൊടുത്തു കേട്ടോ. രാവിലെ അവൾ ഒരു കഷ്ണം ദോശയെ തിന്നിട്ടുണ്ടായുള്ളൂ. അന്നേരം അവൾക്ക് വേഗം കുറുക്കൊക്കെ ലേശം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അന്നേരം പിന്നെ ഉപ്പേരി പരിപാടിയും കൂടെ കഴിഞ്ഞാൽ വെയിലിങ്ങനെ എറിച്ച് വരുന്നുണ്ടായിരുന്നു. തുണിയൊക്കെ എടുത്ത് 2-3 പ്രാവശ്യം ഇട്ടു. പിന്നെ മഴ ഇങ്ങനെ ചാറും, അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ തുണി ഇടാനും തോന്നിയില്ല. അതുകൊണ്ട് തുണി പിന്നെ ഇടാനും പോയില്ല കേട്ടോ. തുണിയൊക്കെ കുറേ ഉണങ്ങാനുണ്ട്. എല്ലാവരും അവസ്ഥ തന്നെയായിരിക്കും. മഴ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നമ്മളെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തുണി ഉണങ്ങി കിട്ടില്ല. കുട്ടികൾ ഡെയിലി മാറ്റി ഇടുന്നതല്ലേ, അന്നേരം എന്നും തുണികളുണ്ടാവും ഇഷ്ടം പോലെ ആറിയിടാൻ ഉണങ്ങാനും. എന്നിട്ട് കുഞ്ഞി പപ്പടമാണ് കേട്ടോ വറുത്തത്. അവളെ കൈ വെച്ച് അവൾ ക്യാമറേനെ മറച്ച് പിടിക്കുകയാണ് കേട്ടോ, കുരുത്തക്കെട്ട് കളിക്കണ്ടേ. അതായത് കുഞ്ഞി പപ്പടം വറുത്തതുണ്ട്, അതും കടലക്കറി ഉണ്ട് രാവിലത്തെ. നമ്മളെ ഉപ്പേരിയൊക്കെ കൂടെ കൂട്ടിയിട്ട് കുഞ്ഞാച്ചൂന് ചോറ് കൊടുക്കാണ്ട്. ഈ ചോറ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അംഗം വെട്ടലാണ് കേട്ടോ. ഒരു അംഗം വെട്ടൽ കഴിഞ്ഞാലാണ് ഈ ചോറ് അവിടെ എത്തുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞാനും ചോറുന്നു, അവളെ കുളിപ്പിച്ച് ഉറക്കി. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ഫോണൊക്കെ നോക്കി നമ്മളെ കുറച്ച് കൂട്ടുകാരെ വീഡിയോസൊക്കെ കാണാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേക്കുള്ള കലാപരിപാടികൾ തുടങ്ങുകയായി എന്ന് പറയാലോ. അതിൽ മുത്താരിപ്പൊടി ഏതായാലും കിട്ടിയതല്ല, അന്നേരം അത് വെച്ചിട്ട് ഒരു റൊട്ടി പോലെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് തേങ്ങ ചിരകിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ആണി വെല്ലം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വെല്ലം മുരുക്കിയിട്ട് അതിൻ്റെ ഇതൊഴിക്കുക, അല്ലെങ്കിൽ ചിരണ്ടി ഇടാം കേട്ടോ. ഞാൻ ചിരണ്ടി ഇട്ട ഉരുക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. അല്ല അതൊക്കെ ചിരണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് നമ്മൾ റൊട്ടിക്കൊക്കെ കുഴയ്ക്കൂലേ, അതേപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് ഒരു വാഴയില എടുത്തിട്ട് അതിൽ പരത്തിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അന്നേരം കുഞ്ഞാപ്പൂത ഉറക്കം എഴുന്നേറ്റിട്ട് ഭയങ്കര ഷാഡിയായിരുന്നു കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉറങ്ങി എണീക്കുന്ന ഭയങ്കര ഷാഡിയത്തിൽ ഉറങ്ങി എണീക്കുന്നത്. അന്നേരം ഷാഡിയും പിടിച്ചുകൊണ്ട് ഞാൻ സോപ്പ് ഇട്ടിട്ട് എൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയിട്ട് ഓരോ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പണിയെടുക്കുന്നത്. ഈ പരുവത്തിന് ഇങ്ങനെ കുഴച്ചെടുക്കുക. നമുക്ക് കുഴച്ചെടുക്കുക, നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിന് കുഴച്ചെടുക്കുക കേട്ടോ. നേരെ കുഞ്ഞാപ്പൂൻ്റെ കയ്യിലെവിടെയോ ഒരു കുരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്നു കേട്ടോ. കുരു അതൊക്കെ പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ ഒരു വാഴൻ്റെ ഇല പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ലേശം എണ്ണ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ലേശം എണ്ണ തടവി കൊടുക്കുന്നത്. എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് ഇതൊരു കയ്യിൽ ഫോൺ പിടിക്കുന്നുണ്ട്, കറക്റ്റ് ആവുന്നില്ല എണ്ണ തടവുന്നത്, ഇല തെന്നി പോകുന്നുണ്ട് കേട്ടോ. അന്നേരം എണ്ണ തടവി കൊടുത്തിട്ട് ഇത് ഓരോ ബോൾസാക്കിയിട്ട് 5 എണ്ണം ചുട്ടു കേട്ടോ. 5 എണ്ണം ചുട്ടി ഞങ്ങൾ കറക്റ്റ് 5 എണ്ണം ചുട്ടു. പിന്നെ 5 എണ്ണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അപ്പം തന്നെ ഞാനും കുഞ്ഞാച്ചു പീസാക്കി കഴിച്ചു ചൂടോടെ തന്നെ. പിന്നെ കുഞ്ഞാപ്പൂനൊരു കുഞ്ഞിത് അവൾ തന്നെ പരത്തി ഉണ്ടാക്കി, അതാണ് കേട്ടോ അവൾ കഴിച്ചത്. അന്നേരം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. ഞങ്ങൾ പണ്ട് ചെറുതാകുമ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ചൂടോടെ കഴിക്കണം. അന്നേരം ഭയങ്കര ടേസ്റ്റാണ് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കേട്ടോ. അതായത് ദോശക്കല്ലിൽ എണ്ണയൊക്കെ തൂത്ത് വെച്ചു. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് നേരം തീ കുറച്ച് വെച്ച് വേവിക്കുക കേട്ടോ. വേവിച്ചതിന് ശേഷം അത് വേവിക്കാൻ വെച്ചപ്പോൾ കുഞ്ഞാച്ചു ഞാൻ ഇലയെ പരത്തുന്നുണ്ടപ്പോൾ അവൾക്ക് ഇലയെ പരത്തണം. പിന്നെ അവൾക്ക് ഇല പറിച്ചുകൊണ്ട് വന്ന് അവൾക്ക് എണ്ണ തടവി കൊടുത്ത് ഞാൻ ചെയ്യുന്ന എന്താണോ അതുപോലെ ചെയ്യുക കേട്ടോ. അന്നേരം അവിടെയൊന്നും എണ്ണയായിട്ടില്ല, ഞാൻ തേച്ചിട്ട് വേണ്ട എന്നോട് അടി ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ എണ്ണ തേപ്പിക്കുന്നുണ്ട് കേട്ടോ. അവൾ തേക്കാണ്, ഞാൻ തേച്ചൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ പരത്തി, അവൾ ആദ്യം പരത്തിയൊക്കെ കൊളായി എന്ന് പറഞ്ഞിട്ട് അതിന് കുറേ ഇളകി കേട്ടോ. പിന്നെയാണ് ഒരു വിധത്തിൽ സോപ്പാക്കി ഞാനൊന്ന് റെഡിയാക്കിയെല്ലാം കൊടുത്തതാണ്. അന്നേരം ഇത് എല്ലാം പരത്തി വെക്കട്ടെ. അപ്പോൾ ഏകദേശം സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 4 മണി ആകാനായിട്ടുണ്ട്. 3:45 കുട്ടികൾ 4:30 ആവും കേട്ടോ വരുമ്പോൾ. 4:40 ആവും കുട്ടികൾ എത്തുമ്പോൾ. അവർക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ കുറച്ച് സമാധാനമായി കേട്ടോ. പിന്നെ അങ്ങനെ ഇതങ്ങ് പോയി. അടിച്ച് പരത്തുകയാണ് കേട്ടോ കുഞ്ഞപ്പോൾ. അതിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടോ എന്നൊക്കെ ഉള്ളത്. അത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമുക്ക് കമൻറ്റൊക്കെ അയക്കുന്ന ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അന്നേരം നമ്മളെ അപ്പോൾ ഇതാ റെഡി ആകുന്നിട്ട് അതിൻ്റെ മുകളിൽ ലേശം എണ്ണയും തൂത്ത് കൊടുത്തിട്ട് തിരിച്ചിടുക കേട്ടോ. തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. തിരിച്ചിട്ടിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം കൂടെ മൂടി വെക്കണം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. മുത്താരിപ്പൊടിയല്ലേ, അന്നേരം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും വരെ. ഇതിപ്പോൾ ചോക്ലേറ്റ് ഇട്ട പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ ഇതിങ്ങനെ ചോക്ലേറ്റ് വെച്ച പോലെ കാണുന്നുണ്ട്. വെന്ത് കഴിയുമ്പോൾ അതാ കുഞ്ഞാപ്പ് ഉണ്ടാക്കിയ കുഞ്ഞിതാണ് കേട്ടോ കുഞ്ഞാപ്പ് തിന്നെ. അന്നേരം നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അന്നേരം നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അന്നേരം ഞാനിത് മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വീഡിയോ ഡെയിലി ഇടുമ്പോൾ എല്ലാവർക്കും ബോറടിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ചില ദിവസങ്ങളിൽ ഇടയ്ക്ക് 1-2 ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വീഡിയോ ഇടുന്നത്. അതായത് നമ്മളെ മറന്നു പോകില്ല. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഡെയിലി ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളെ മറന്നു പോകും. പിന്നെ നിങ്ങൾക്ക് ഇത് വരാൻ വൈകും. ചിലപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് ചിലപ്പോൾ എല്ലാവർക്കും എത്തിയെന്ന് വരില്ല. എന്നും കാണുന്നവർക്കാണെങ്കിലാണ് പെട്ടെന്ന് എത്തുള്ളൂ. പിന്നെ രാവിലത്തെ ദോശയും കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ട് കേട്ടോ, 2-3 നാളിന്. അന്നേരം അതൊക്കെ വെച്ചിട്ട് വൈകുന്നേരം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും കുട്ടികൾ.
അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളെ കുഞ്ഞു വീഡിയോ ഇന്നിവിടെ കൊണ്ട് നിർത്തുകയാണ്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബായ്. കുഞ്ഞാപ്പൂൻ്റെ ബായ്.